സംഗീതമേ അമരസല്ലാപമേ. നമ്മൾ സംഗീതത്തെപ്പറ്റി നമുക്ക് അതുപോലൊരു സംഗീതം, ആ ഒരു ദേവസംഗീതം നമ്മൾ അതിനു മുമ്പോ അതിന് ശേഷമോ നമ്മൾ മലയാളികൾ കേട്ടിട്ടില്ല. ഇപ്പോൾ അത്തരം ശബ്ദങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നൊക്കെ പലരും പറയുമെങ്കിലും ആ ശബ്ദം തുടങ്ങിയ കാലത്ത് മറ്റ് ഗായകരിൽ നിന്ന് ഇങ്ങനെ വന്ന് ആ ഒരു കാലഘട്ടത്തിൽ വലിയ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതിങ്ങനെ വളർന്ന് ആ ശബ്ദ സൗകുമാര്യം വളർന്ന് ഒരു കാലഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്കും വേറിട്ട പാട്ടുകളും കൂടെ വന്നു തുടങ്ങി. രവീന്ദ്ര മാഷിൻ്റെയൊക്കെ പോലുള്ള ആ ഒരു സംഗീതത്തിൽ ഒരു വല്ലാത്തൊരു ഹൈറ്റ്സിലേക്ക് സംഗീതത്തെ കൊണ്ടുപോയിരുന്ന ഒരു കാലഘട്ടം. അത് നമ്മൾ എത്ര ആസ്വദിച്ചതാണ് അത്തരം പാട്ടുകൾ. അപ്പോൾ ഈ ഒരു സംഗീതത്തിന് വേണ്ട സകല ഒരു സംഗീത സംവിധായകന് എങ്ങനെ ഒരു പാട്ടുകാരനെ മോൾഡ് ചെയ്ത് അവനവൻ്റെ ഇതിന് വേണ്ടി ഒരു സൃഷ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി എങ്ങനെ മോൾഡ് ചെയ്ത് പരുവപ്പെടുത്തി എടുത്ത, അങ്ങനെ ആർക്കും ഏത് സംഗീത സംവിധായകനും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ എന്താ പറയണ്ട ഒരു ഉദാത്തമായ ശബ്ദത്തിന്, സ്വർഗീയമായ ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു. ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു. അതിന് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലാസിക്കലാണ് പലർക്കും അറിയാത്ത ഒരു കാര്യം. ക്ലാസിക്കലിൽ ഉള്ള ഈ ഒരു പ്രാവീണ്യം അതിലുള്ള ഈ പല കീർത്തനങ്ങളും ഇങ്ങനെ നോക്കി പുതിയ കീർത്തനങ്ങൾ പഠിച്ചാണ് നമ്മുടെ ദാസേട്ടൻ്റെ ശബ്ദത്തെ ദാസേട്ടൻ നിലനിർത്തിക്കൊണ്ടിരുന്നത്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അറിവിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സിനിമാ പാട്ട് ചുമ്മാ പാടാൻ പറ്റില്ല. അതിനുള്ള ഒരു അറിവും ശബ്ദ സംസ്കാരവും നേടിയെടുത്തത് ക്ലാസിക്കലിലൂടെയാണ് ദാസേട്ടൻ. അപ്പോൾ രണ്ടും പാരലായിട്ട് ദാസേട്ടൻ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും വലിയ അങ്ങനെ ആർക്കും അങ്ങനെ സാധിച്ചിട്ടില്ല. വളരെ വിരളമായിട്ടുള്ള ആൾക്കാർക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് ഈ ഒരു ശബ്ദം എന്ന് പറയുന്നത്, അതിൻ്റെ മുമ്പിൽ അത് കേട്ട് കഴിഞ്ഞാൽ പലതും ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ദിവസവും നടയടയ്ക്കാൻ ഇവിടെ ഹരിവരാസനം കേൾക്കുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം. അത് ഈ ശബ്ദത്തിൻ്റെ സവിശേഷത കൊണ്ടാണ്, വിശേഷം ആയപ്പെട്ട ഒരു ശബ്ദമാണ്. അത് മലയാളിയുടെ മനസ്സിൽ അത് കേൾക്കാത്ത ദിവസങ്ങളില്ല. അതിന് മരണമില്ല, സംഗീതത്തിന് മരണമില്ല, ആ ശബ്ദത്തിന് മരണമില്ല. അത് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ എപ്പോഴും പണ്ടെടുത്ത പാട്ടുകൾ ഞാൻ കൂടി ഇപ്പോൾ സത്യശിവ സൗന്ദര്യം ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടി പാമ്പാടിയിൽ വേറൊരു പ്രോഗ്രാമിൽ അതൊന്ന് ചെയ്തു കൊടുത്തു, ഒരു നൃത്ത പരിപാടിക്ക്. അത് കേട്ടപ്പോഴും അന്നത്തെ ആ മറ്റു പല പാട്ടിൽ നിന്ന് എടുത്തു നിൽക്കുന്ന ഒരു ശബ്ദ സംസ്കാരവും അതിൻ്റെ അന്നത്തെ ഒരു ഇപ്പോഴത്തെ ആ ഒരു ക്വാളിറ്റിയിൽ ആയിട്ട് ഒരു വ്യത്യാസമില്ലാത്ത അതിൽ നിന്നും എടുത്തു നിൽക്കുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ റെക്കോർഡിങ് ഒരു ഇതായിരുന്നത്. അത് ആ ശബ്ദത്തിനെ ഉള്ളൂ. എത്ര അരിച്ചു പോയാലും ഈ ശബ്ദം അവിടെ അങ്ങനെ മുഴങ്ങി നിൽക്കും. എത്ര മോശപ്പെട്ട ഒരു ബൈക്കിൽ പാടിയാലും, അല്ലെങ്കിൽ പണ്ടത്തെ ഇപ്പം ഞാനിപ്പം ആകാശവാണിയിൽ പണ്ട് പാടിയിരുന്ന ഘനശ്യാമ സന്ധ്യാഹൃദയം എന്ന് പറഞ്ഞ് ഞാനാണ് അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് പിന്നീട് അത് CD ആക്കിയത്. അപ്പോഴും ഇതിൻ്റെ ശബ്ദത്തിൻ്റെ അന്ന് ഒരു മൈക്കിൽ പാടിയ ആ പാട്ടാണ്, എല്ലാ ഇൻസ്ട്രുമെൻസും ചുറ്റും ഇരുന്ന് പാടിയത്. അപ്പോൾ അതിനെ പിന്നീട് അതിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു നഷ്ടം, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല ആ ശബ്ദത്തിന്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ അത് നമ്മുടെ എത്രയോ കാലം കൊണ്ട് ദാസേട്ടൻ അത് പരുവപ്പെടുത്തിയെടുത്ത അവനുടെ ജീവിത ശൈലി കൊണ്ടും ആഹാരക്രമം കൊണ്ടും ഒക്കെ സാധന കൊണ്ടും, സംഗീത സാധന കൊണ്ടും വ്യക്തി സാധന കൊണ്ടും ഒക്കെ പരുവപ്പെടുത്തി എടുത്ത ശബ്ദ സംസ്കാരം, ശബ്ദ സൗകുമാര്യത, അത് ഒരാൾക്കും കിട്ടാത്ത ഒരു സിദ്ധിയാണ്.
എത്രയോ വർഷങ്ങളെടുത്ത് ആ ഒരു ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നും പല പാട്ടുകളും പല കച്ചേരികളും അവിടെ നിന്ന് ചെയ്യാറുണ്ട് അമേരിക്കയിലും. അത് ഒരു സംഗീതക്കാരന് നേടിയെടുക്കാൻ പറ്റുന്നതിൽ എത്രയോ 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 ഉന്നതമായ ഒരു 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 എന്താണ് ഒരു സീറ്റാണ് ദാസേട്ടനുള്ളത്. ഒരു പീഠമാണ് ദാസേട്ടൻ്റെ നമുക്ക് എല്ലാ സംഗീതക്കാരുടെ പൊതുവെ സംഗീതക്കാരുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ അടുത്ത തലമുറ വരുമ്പോൾ ഒരു പക്ഷേ ആ ഒരു ഇത് കുറയുമെങ്കിൽ പോലും ഒരിക്കലും പോകാത്തൊരു കാര്യം. ഇപ്പോൾ എവിടെ ഏത് റിയാലിറ്റി ഷോ നടന്നാലും ദാസേട്ടൻ പാടിയ പാട്ടുകളില്ലാത്തൊരു ഷോ ഇല്ല. കുട്ടികൾ അതില്ലാണ്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര അങ്ങനെ അധികം പാടി വച്ചിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ എന്നും ഓർക്കുന്ന എന്നും കേൾക്കുന്ന ഒരു ശബ്ദം ഇനിയും കേട്ടുകൊണ്ടേയിരിക്കും. സംഗീതം പ്രിയ ആയിട്ടുള്ള എല്ലാവരും സംഗീതത്തെ ആസ്വദിക്കുന്ന അതിനെ നല്ല പാട്ട് കേൾക്കാൻ കൊതിക്കുന്നവരെല്ലാം ഇത് എന്നും കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ശബ്ദം ത്തിൻ്റെ ഉടമയാണ്. അങ്ങനെ വളരെ കുറച്ച് പാട്ടുകാരെ ലോകത്തുള്ളൂ. അതിലൊരു മലയാളിയായ ദാസേട്ടനും ഉണ്ടെന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ സ്വകാര്യമായ ഒരു അഹങ്കാരം.